ഹലോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലേ. അപ്പം നമ്മുടെ കുട്ടികൾ 4 മണിക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആവിയിൽ പുഴുങ്ങിയ നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതേ നമ്മളിന്ന് നല്ല കൊഴുക്കട്ടയാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതിനാവശ്യമായ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി ആട്ടോ എടുക്കുന്നത്. ആവശ്യത്തിനുള്ള അരിപ്പൊടിയിലേക്ക് നമ്മൾ മുമ്പേ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കരയും തേങ്ങയും ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഓപ്ഷനാണ്. മഴയത്ത് ഈ ഒരു കൊഴുക്കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. മധുരമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റുന്നോടം വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ആകുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാവേ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവിന്ന് കുറച്ചെടുത്ത് ഒരു ബോൾ പോലെ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ റൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി ആ ബോളിൻ്റെ നടുക്ക് നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മധുരമുള്ള ഫില്ലിങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് മധുരത്തിൻ്റെ ആ ഒരു ഫ്ലേവർ എത്ര വേണോ അതനുസരിച്ച് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 1 സ്പൂൺ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ആ മാവ് കൊണ്ട് തന്നെ നന്നായിട്ടത് ക്ലോസ് ചെയ്ത് വീണ്ടും ബോൾ പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം കൂടി നല്ല കൊഴുക്കട്ട നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്ത് വെക്കാം കേട്ടോ. ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കുമ്പം അതിൻ്റെ ഇടയിൽ ക്രാക്ക് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയെല്ലാം ആവി കയറുമ്പോൾ ഉരുകി ഒലിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അപ്പച്ചെമ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ കൊഴുക്കട്ട ബോൾസും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി കയറുമ്പോൾ ആ മാവിലേക്ക് ശർക്കര എല്ലാം കൂടെ പിടിച്ച് നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് നല്ല മധുരമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് ഈവനിങ് എല്ലാവരും നമ്മുടെ ഈ കൊഴുക്കട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.